അപ്പം പറഞ്ഞു കേട്ടുള്ള അറിവാണ് എനിക്ക്. ആ വഴി കൂടെ രാത്രി പോയാൽ ഈ വന്യമൃഗത്തിൻ്റെ ശല്യം 100% ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചുള്ള ഒരു യാത്രയാണ്. ആനയാണ് ഏറ്റവും വലിയ ഭയാനകമായി ആ റോഡിലുണ്ടാവുക എന്നാണ്. അക്കാലത്ത് അതിപ്പോഴും ഉണ്ട് അവിടെ. ഈ ചാലക്കുടിയിൽ നിന്ന് ചോളയാർ പോകുന്ന വഴി പെരിങ്ങൽകുത്ത് മറ്റേ തുമ്പൂർ വഴി പെരിങ്ങൽകുത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം കാട്ടിലൂടെ യാത്ര ചെയ്ത പകൽ സമയത്തും ആന വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പിന്നെ രാത്രി പറയണ്ടല്ലോ. ഞങ്ങൾ യാത്രയായി ഇങ്ങനെ കോൺവോയ് ആയിട്ടാണ് പോകുന്നത്. ഏറ്റവും പുറകിലായിട്ട് ഞാൻ സഞ്ചരിക്കുന്ന ഒരു ജീപ്പാണ്. ആ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാനിരിപ്പുണ്ട്, വേറെ 2-3 പേരിപ്പുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഷോളയാർ എത്തുന്നതിനൊരു 5-8 കിലോമീറ്ററിന് ഇപ്പുറത്ത് വെച്ച് പൊടുന്നനെ പോയിക്കൊണ്ടിരുന്ന വണ്ടിയെല്ലാം പതുക്കെ നിർത്തി. അപ്പോൾ എൻ്റെ ഡ്രൈവർ നിർത്തി. ഞാനിങ്ങനെ 5 മിനിറ്റായി അനങ്ങുന്നില്ല. എന്തു പറ്റിയത് എന്നുള്ളത് അറിയണമെങ്കിൽ ഈ 10-12 വണ്ടി യൂണിറ്റ് വാൻ അത് ഇതെല്ലാം കടന്നു വേണം മുൻപ് പോയി അന്വേഷിക്കണം എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ. അങ്ങനെ 10 മിനിറ്റായി 15 മിനിറ്റായി വണ്ടി അനങ്ങുന്നില്ല. ഇതെന്തു പറ്റിയെന്ന് പരസ്പരം ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഞാൻ ഒരു ടോർച്ചുമായി ഈ സൈഡിൽ കൂടി നടന്ന് ഫ്രണ്ടിൽ എത്താറായപ്പോൾ ജോസഫ് ബെയിൻ സാറിൻ്റെ വണ്ടിയുടെ മുന്നിൽ കാണുന്നത് ഒരു ഒറ്റയാൻ നിൽക്കുന്നതാണ്. വന്ന സ്പീഡിൽ തന്നെ തിരിച്ച് ഒറ്റ ഓട്ടം പുറകോട്ട് ഞാൻ പോയി വണ്ടിയിൽ നിന്നു. അപ്പോൾ ഇത് ശരിക്കും അത് അവിടെ തന്നെ നിൽക്കുകയാണ് റോഡിൽ വളരെ അടുത്തായിട്ട് തന്നെ. അപ്പോൾ രാത്രി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല, വണ്ടിയും ഓഫ് ചെയ്യരുതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ റേസ് ചെയ്യരുത്, അതേ ഇതിൽ വണ്ടി നിർത്തിയിരിക്കുക, അത് മൂവ് ചെയ്ത് പോയതിന് ശേഷം മാത്രം മൂവ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ട് വണ്ടിയിലിരിക്കുന്നവരെല്ലാവരും അറിഞ്ഞു ഇത് ആന ഇറങ്ങി. ആകപ്പാടെ പേടിച്ചിരിക്കുകയാണ് എല്ലാവരും, രമണസീർ അടക്കം. മസാറ് മാത്രമേ ഉള്ളൂ ഇത്തിരി ധൈര്യമുള്ള ആൾ. ബാക്കി എല്ലാവരും പേടിച്ചോറ, ഞാനടക്കം എല്ലാം പുറകിലിരിക്കുകയാണ്. എന്തു പറയുന്നു, 1 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നു. മാറില്ല ഒരു വിധത്തിൽ റോഡിൽ നിന്ന്. പിന്നെ ആ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പതുക്കെ ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പം മുമ്പേ പോണ വണ്ടിയിലിരിക്കുന്ന ആൾ കൈ കാണിക്കുന്നു. അപ്പം എല്ലാവരും അത് നോക്കിക്കൊണ്ടു. അടുത്ത വണ്ടി കൈ കാണിച്ച്, അടുത്ത വണ്ടി കൈ കാണിച്ച് അങ്ങനെ പതുക്കെ മൂവ് ചെയ്തു. വീണ്ടും ആന അവിടെ നിന്നു 10 മിനിറ്റ്. ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അത് കുറച്ചുകൂടെ സൈഡ് വഴി നേരെ കാട്ടിലേക്ക് കയറിപ്പോയി. എല്ലാവരും ഈ ചോളയാർ ഗസ്റ്റ് ഹൗസിൽ ശ്വാസം വിട്ട് അവിടെ എത്തിയപ്പോൾ 5 മണിയായി രാവിലെ. 5 മണിക്ക് ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അതിലെ 17-ൽ 13 റൂമിലും ഈ തമിഴ്നാട്ടിലെ ഏതോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ നിന്ന് കോൺഫറൻസ് ആണത്, അതിൻ്റെ ബാക്കി പത്രമാണ്. അവരെല്ലാം വെളുപ്പിന് പോകാനുള്ള ആൾക്കാർ. ബാക്കി 4 റൂമാണ് ഫ്രീ ആയിട്ട് അവിടെ ഉള്ളത്. അപ്പം നമ്മളവിടെ ചെന്ന് അയാളായിട്ട് വഴക്കിട്ട്, അപ്പം സാർ രാവിലെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവരെല്ലാം ഇപ്പം പോവും, 5 മണിക്ക് 6 മണിക്കെല്ലാം റെഡിയായി പോവും, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അവിടെ തമിഴന്മാർ. ആദ്യം ഈ ഫ്രീ ആയിട്ടുള്ള റൂമിൽ ഈ പെണ്ണുങ്ങളെല്ലാം ഓടി കയറി. ഷീല ഒന്നിട്ട് കയറി, ജയ്ഭാരത് ഒന്ന് കയറി, മറ്റേ നന്ദാ ബോസ് വന്നിട്ട് കയറി. അപ്പോൾ പ്രേംനസീർ മധുവിനും വണ്ടി റൂം ശരിയായില്ല എന്ന് പറഞ്ഞ് റൂം ഇറങ്ങിയിട്ടില്ല മധു സാറ്. പ്രേംനസീർ ഇറങ്ങി വന്നവിടെ എന്ത് പറ്റി അങ്ങനെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിങ്ങനെ ഒരു അബദ്ധം പറ്റി, രാവിലെ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഒരു ദിവസം താമസിക്കണം, അവരിപ്പോൾ പോകുമോ, അത് റെഡിയായി ഒന്ന് ഇറങ്ങുന്നത് വരെയുള്ളൊരു സമയം, വളരെ ഒരു അരമണിക്കൂറിനകത്തെല്ലാം റെഡിയാവും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം അവിടെ കിടന്ന ഒരു സോഫയിൽ പതുക്കെ ഇരുന്ന് കിടന്നു. അദ്ദേഹം ഉറങ്ങി. സാറ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, വണ്ടി അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ദേഷ്യം. ബാക്കി പിന്നെ എല്ലാവരും പറഞ്ഞു നിർത്താൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ ഓരോന്നായിട്ട് റൂം ഒഴിഞ്ഞ് വന്നപ്പോഴത്തെ ആദ്യം ഒഴിഞ്ഞ റൂമിൽ മധു സാറിനെ
എല്ലാ വിധേനം ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി. അവിടെ 7-8 മണിക്ക് രാവിലെ ഷൂട്ടിങ് തുടങ്ങണം. പെട്ടെന്ന് ഈ ടൈം ബൗണ്ട് പടമാണത്. രാവിലെ ആക്ച്വലി പ്രേം നസീർ അടക്കമുള്ളവർ രാവിലെ 9 മണിക്ക് ഷൂട്ടിങ് തുടങ്ങാത്ത വിധത്തിൽ ലൊക്കേഷൻ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ്. അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തോടുള്ള ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് ഷൂട്ടിങ്. അവിടെ എത്തി. അപ്പോൾ ആ പോർഷൻ ഷൂട്ട് ചെയ്യുന്നത് ഈ സുന്ദരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുവായ വിൻസെൻ്റ് മാസ്റ്ററാണ്. അവിടെയുള്ള ആ പോർഷനാണ്. അപ്പോൾ വിൻസെൻ്റ് മാസ്റ്റർ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ച് ഷോട്ട് എടുക്കാൻ റെഡിയായി നിൽക്കുന്നു. പ്രേം നസീർ അവിടെ ഉണ്ട്. അപ്പോൾ മധു സാർ എത്തിയിട്ടില്ല. മധു സാർ കൂടെ ചേർത്തുള്ള കോമ്പിനേഷനിലാണ് ഈ ഷോട്ട് എടുക്കേണ്ടത്. ഞാനിവിടെ മധു സാറിനെ റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ഈ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റിംഗ് ആണ്. ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ നേരത്തെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞു. ഞാൻ മധു സാറിൻ്റെ അവിടെ പതുക്കെ ഡോറ് തട്ടി. കുറേ 2-3 തട്ട് കെട്ടിയപ്പോൾ അദ്ദേഹം തുറന്നു. എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഷൂട്ടിങ്ങിന് വേണം. എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ല. അദ്ദേഹത്തിൻ്റെ ദേഷ്യം അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. റൂം ശരിക്ക് കിട്ടിയിട്ടില്ലാത്തതിൻ്റെ ഒരു ദേഷ്യമാണത്. അദ്ദേഹത്തിന് മുമ്പേ തന്നെ ഈ വളരെ ഇതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. കർക്കശക്കാരനാണ്. അവസാനം എന്നിട്ട് കഥ അടച്ചു. വീണ്ടും ഞാൻ അവിടെ തന്നെ നിന്നു. വീണ്ടും തുറന്നു. ഒരു കാര്യം ചെയ്യൂ, എനിക്ക് കുറച്ച് മുറുക്കാൻ വേണം. അപ്പോൾ ഇത് അവിടെ 9 മണിക്കൊന്നും മുറുക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈ ചോളയാർ എന്ന് പറയുന്ന ഡാമിൻ്റെ മേലെയുള്ള ഈ ഗസ്റ്റ് ഹൗസിന് പരിസരം. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ജീപ്പ് എടുത്ത് ആരെയൊക്കെ വിട്ട് എവിടുന്നോ ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന്. അന്ന് മുറുക്കുന്ന സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തട്ടി കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി. ഞാനൊരു 1/2-3 മണിക്കൂർ റെഡിയാ, എന്നെ ഇനി തട്ടണ്ട, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. പിന്നെ ഒന്ന് ഷൂട്ടിങ് ഉള്ളൂ. ഈ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പകല് രാവിലെ ഒരു 11 മണിക്ക് റെഡിയാവുള്ളൂ അദ്ദേഹം. എപ്പോഴും 11 മണിക്ക് റെഡിയായി കഴിഞ്ഞാൽ രാത്രി എത്ര സമയം നേരം വെളുക്കുന്നവരാണെങ്കിലും നിൽക്കും. പക്ഷേ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും 11-12 ഈ സമയത്തേ അദ്ദേഹം റെഡിയാവുള്ളൂ. പിൽക്കാലത്ത് ഞാൻ സിനിമ ബുക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനടുത്ത് പോകുമ്പോൾ അദ്ദേഹം വയ്ക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്: രാവിലെ 12 മണിയാകാതെ ഞാൻ ലൊക്കേഷനിലെത്തില്ല. നിങ്ങൾ രാവിലെ 7 മണിക്ക് ഷൂട്ടിങ്, 9 മണി ഷൂട്ടിങ് എന്നും പറഞ്ഞു കൊടുത്താൽ അതിന് എന്നെ കിട്ടത്തില്ല. അപ്പോൾ അതിന് സൗകര്യപ്പെടുമെങ്കിൽ മാത്രം എന്നെ ബുക്ക് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക, വേറെ ആളെ നോക്കിക്കൊള്ളുക എന്ന് പറയും. അപ്പോൾ നമുക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വന്നാൽ മതി. അപ്പോൾ രാവിലെയുള്ള വേറെ ആർട്ടിസ്റ്റുകൾ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പം ആ സിനിമയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് ഈ അപരാധി എന്ന് പറയുന്ന സിനിമ. പിന്നെ അത് റിലീസ് ചെയ്തു. ഒരു ഗംഭീര വിജയവുമായിരുന്നു. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919
6600. ഈ 80കളിൽ ആദ്യ പകുതിയിൽ ഉണ്ടായ ഒരു സിനിമയായിരുന്നു ഈ കോളിളക്കം എന്ന് പറഞ്ഞ സിനിമ. അപ്പം അതിലാണല്ലോ നമ്മുടെ പ്രധാന വളരെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ജയൻ എന്ന നടൻ്റെ ദാരുണമായ അന്ത്യം. അതിനുശേഷം അതേ നിർമ്മാണ കമ്പനി തന്നെ മറ്റൊരു സിനിമ 81 ആരംഭിച്ചു. കക്ക എന്നാണ് സിനിമയുടെ പേര്. തികച്ചും പുതുമുഖങ്ങളാണ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്, അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സിനിമ ഇന്ന് വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്ന പിൽക്കാലത്ത് ഉയർന്ന നമ്മളെ രഘുവരൻ, രോഹിണി, ഇവരൊക്കെ അതിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. അതുപോലെ തമിഴ് ഭാരതരാജയുടെ ഒരു ചിത്രത്തിൽ, നിഴൽകൾ എന്ന ചിത്രത്തിൽ വന്നിരുന്ന നിഴൽകൾ രവി പിന്നീട് അത് കക്ക രവിയായി മാറി. അതുപോലെ തന്നെ കേരളത്തിൽ ഈ ഹാസ്യ കഥാപ്രാസംഗികനായിരുന്ന വളരെ പ്രശസ്തനായ ബി ഡി രാജപ്പൻ ആദ്യമായി അഭിനയിച്ച ഒരു സിനിമ കൂടിയായിരുന്നു കക്ക. അപ്പോൾ കക്കയുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ആലപ്പുഴ മുഖമ്മ ഭാഗത്തുള്ള വേമ്പനാട്ട് കായലിൻ്റെ കരയിലും മറ്റു പ്രദേശങ്ങളിലുമാണ്. അപ്പോൾ അതിൻ്റെ വേമ്പനാട്ട് കായലിൻ്റെ അടുത്തൊരു പാതിരാമണൽ എന്നൊരു കൊച്ചു ദ്വീപുണ്ട്, കൊച്ചു പ്രദേശമുണ്ട്. അപ്പോൾ അവിടെ ഒരു ലൈവായിട്ടൊരു വീട് ഈ ഇഷ്ടിക എല്ലാം വെച്ച് തന്നെ ഞങ്ങൾ നിർമ്മിച്ചു. അതാണ് പ്രധാന സെറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ആ കക്ക കണ്ടവർക്ക് മനസ്സിലാവും, അതിനകത്ത് ധാരാളം നല്ല പാട്ടുകളുണ്ട്. അപ്പം അതിലൊരു പാട്ടാണ് ഈ മണവാളൻ പാറ മണവാട്ടിപ്പാറ എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന, പണ്ടൊരു കാലത്ത് പ്രണയിച്ചിരുന്ന രണ്ട് ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രൂപം ചിലയായി പോയി എന്ന ഐതിഹ്യമുള്ള രണ്ട് പാറകളാണ് ഉള്ളത്. ആ പാറ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സെറ്റിട്ടതാണ്. കൂറ്റൻ പാറ, വളരെ വലിയ പാറയാണ്. വെള്ളത്തിൽ, അന്നത്തെ കാലത്ത് വെള്ളത്തിൽ സെറ്റിട്ടു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ വെള്ളത്തിൽ ഈ നമ്മളെ തെങ്ങിൻ്റെ തടി കുറ്റി അടിച്ചിറക്കിയിട്ട് അതിൽ പ്ലാറ്റ്ഫോം അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് ഈ പാറയുടെ ഇത് രൂപം ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ പാറ എന്നേ ഒരാളിന് ദൂരെ നിന്ന് നോക്കിയാൽ മനസ്സിലാകുകയുള്ളൂ. പിൽക്കാലത്ത് പിന്നീടത് ഈ ഷൂട്ടിംഗ് തീർന്നിട്ടും അത് ഈ പാറയെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാരവിടെ വരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഷൂട്ടിംഗ് നടത്തുന്നതിന് വേണ്ട വൈദ്യുതി ലഭിക്കാൻ ഞങ്ങൾക്ക് ജനറേറ്റർ വേണമല്ലോ. അപ്പോൾ ആ ജനറേറ്റർ മറ്റൊരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്തിക്കണമെങ്കിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചങ്ങാടം പണിഞ്ഞു. 2 വലിയ കെട്ടുവള്ളങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഇണക്കി അതിൽ പ്ലാറ്റ്ഫോം അടിച്ച് അതിലാണ് ഈ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. അന്നൊക്കെ അത് വളരെ, ആ കാലഘട്ടത്തിൽ വളരെ റെയറായ സംഭവങ്ങളാണ് അതൊക്കെ. കൂറ്റൻ ജനറേറ്റർ അതിൽ വച്ചിട്ട് ആണ് അത് ഉറപ്പിച്ചിരിക്കുകയാണ് അതിനകത്ത്. അത് വച്ചിട്ടാണ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. അത് ഷൂട്ടിങ് നടക്കുന്നതിന് തൊട്ടടുത്തുള്ള പ്രദേശത്തെ ഏതെങ്കിലും ഒരു മരത്തിൽ, കരയോട് ചേർന്ന ഒരു മരത്തിൽ ഒരു വടം കൊണ്ട് ബന്ധിക്കും. അതിൽ നിന്നാണ് പവറും മറ്റുമൊക്കെ എടുത്ത് ഷൂട്ടിങ് നടക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ആ പടത്തിൻ്റെ ഈ ജനറേറ്റർ വച്ചിട്ടാണ് ഈ വൈദ്യുതി ബന്ധം എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ സ്ഥലത്ത് വച്ച് ആണ് ഈ പാതിരാമണൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഷൂട്ടിങ്. അന്ന് ആ പാതിരാമണൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മനുഷ്യവാസമില്ല, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഒരു പോസ്റ്റ് കൂടിയില്ല. ഒരു വേമ്പനാട്ട് കായലിൻ്റെ നടുക്കായിട്ടൊരു ദ്വീപാണ് ചെറിയ. ഇന്ന് വേമ്പനാട്ട് ഈ പാതിരാമണൽ എന്ന് പറയുന്നത് വളരെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ ഹോട്ടലൊക്കെ ആയിക്കഴിഞ്ഞു ആ കൊച്ചു ദ്വീപിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു അന്ന് ഞങ്ങൾ ഒരു വീട് നിർമ്മിച്ച് അതിലാണ് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. ഈ രഘുവരൻ എന്ന് പറയുന്ന വ്യക്തി, ഈ നടൻ, 7ാമത് മനിതൻ എന്ന തമിഴ് സിനിമയിലാണ് ആദ്യമായി സിനിമയിലെത്തുന്നത്. ആ സിനിമയിൽ കൂടിയാണ് 7ാമത് മനിതൻ എന്ന് പറയുന്നത്. അതൊരു
ഒരു അക്കാഡമിക് ഫിലിം, അവാർഡ് ഫിലിം പോലെയുള്ള. അതിൽ ഞാനിങ്ങനെ ആ ചിത്രം കാണാനിടയായി. ആ ചിത്രം കണ്ടതിന് ശേഷം ഈ ഒരു രഘുവരനെ നോട്ട് ചെയ്തു. നോട്ട് ചെയ്ത് വന്നിട്ട് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും ഇതിൻ്റെ സംവിധായകനോടും പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനെ ആ പടത്തിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരങ്ങനെ ഏഴാമത് മനിതൻ നമ്മളെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ കണ്ടു. അപ്പം അതുകൊണ്ട് രഘുവരനെ വളരെ ഇഷ്ടമായി. അപ്പം അങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിച്ചു, മേക്കപ്പ് ടെസ്റ്റ് ചെയ്തു. ഈ റോള് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള മേക്കപ്പ് ടെസ്റ്റായിരുന്നു അത് ചെയ്തു. അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. അപ്പോൾ പിന്നീട് പ്രഗത്ഭനായ ഒരു അഭിനേതാവായി മാറി എന്നുള്ളതാണ്. പിൽക്കാലത്ത് അദ്ദേഹം ചെയ്ത, ഞാൻ തന്നെ വർക്ക് ചെയ്ത, ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിലൊരു റോള് ചെയ്തിരുന്നു, ഒരു ഫ്രഞ്ച് സായിപ്പിൻ്റെ റോള്. അതിന് നാഷണൽ അവാർഡിൻ്റെ ഫൈനൽ ഇതിലെത്തിയതാണ്. ഫൈനലായിട്ട് 2 പേരാണ് അതുണ്ടായിരുന്നത്. 2 പേരാണ് ഫൈനലിലെത്തിയത്. അത് ഒന്ന് രഘുവരനും ഒന്ന് ഹിന്ദി സിനിമയിലെ മിഥുൻ ചക്രവർത്തിയുമാണ്. അപ്പം അന്നത്തെ നാഷണൽ അവാർഡിൻ്റെ ജൂറി ആയിരുന്ന ബാലു മഹേന്ദ്ര, അദ്ദേഹമാണ് അന്ന് ജൂറി ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ടിലാണ് മിഥുൻ ചക്രവർത്തിക്ക് ആ വർഷത്തെ ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം പോയത്. അത് ഈ ഒരു ബോംബെ ലോബി ഒരു വർക്കായിരുന്നു അത്. കാരണമെന്ന് വെച്ചാൽ ഈ ബാലു മഹേന്ദ്രയെ സ്വാധീനിച്ചിട്ട് തമിഴ് പടങ്ങൾക്ക് 4 അവാർഡിന് അവരെ മെമ്പേഴ്സ് എല്ലാവരും അനുകൂലിക്കാം, അതിന് പകരം ഹിന്ദിയിൽ മിഥുൻ ചക്രവർത്തിക്ക് ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ള ഒരു ലോബി വർക്കാണത് ആക്ച്വലി. ഇല്ലെന്നുണ്ടെങ്കിൽ രഘുവരൻ അന്ന് നാഷണൽ അവാർഡ് മലയാള സിനിമയിൽ കൂടി കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അത് അന്ന് നഷ്ടപ്പെട്ടു. അതിൽ നായിക നടിയായി അഭിനയിച്ച രോഹിണി ബാലതാരമായിരുന്നു ആക്ച്വലി. പക്ഷേ ഒരു നായികയായി, അതും എൻ്റെ തന്നെ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ്. ഞാൻ ഒരു സംവിധായകനെയും നിർമ്മാതാവിനെയൊക്കെ ബോധ്യപ്പെടുത്തി നന്നായിരിക്കും. ഈ കക്ക എന്ന് പറയുന്ന സിനിമ ഒരു ഗ്ലാമറസ് നായികയല്ലല്ലോ വേണ്ടത് നമുക്ക്. കക്ക വാരി ഉപജീവനം കഴിക്കുന്ന ആൾക്കാരുടെ കഥയാണത്. വെള്ളത്തിൽ മുങ്ങി വളരെ പാടുപെട്ട് വളരെ പ്രയാസപ്പെട്ട് ഈ വെള്ളത്തിലൊക്കെ ഊന്നിയൊക്കെ പോകുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അത് കുറച്ച് കറുത്ത ഒരു നിറമായിരിക്കും അവരുടെ ഒരു കോംപ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ രോഹിണി എന്തുകൊണ്ടും ഈ റോളിന് അനുയോജ്യമാണ്. അങ്ങനെ ഞാൻ തന്നെയാണ് രോഹിണിയെ മുന്നിലേക്ക് കൊണ്ടുവന്നത്, അഭിനയിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നും രോഹിണി നിലനിൽക്കുന്നുണ്ട്. പിന്നീട് പിൽക്കാലത്ത് തന്നെ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് വളരെ പ്രശസ്തമായ ഒരു അഭിനേത്രിയായി മാറി. അപ്പോൾ നമ്മുടെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രഘുവരനുമായി ചെറിയ രീതിയിലൊരു പ്രണയം വർക്കൗട്ടുണ്ടായി. അത് പിന്നെ വളർന്ന് പിൽക്കാലത്ത് അദ്ദേഹം രോഹിണിയെ കല്യാണം കഴിക്കുകയുണ്ടായി. അവർ ഭാര്യയും ഭർത്താവുമായി വളരെ കാലം ജീവിച്ചു. അദ്ദേഹം ഇന്ന് കാലയവനേക്കുള്ളിൽ മറഞ്ഞു. ഇപ്പോൾ രോഹിണി മാത്രമാണ് ബാക്കി. കക്ക എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ നമ്മുടെ കോളിളക്കം സംവിധാനം ചെയ്ത PN സുന്ദരം തന്നെയായിരുന്നു ഇത് കക്കയും സംവിധാനം ചെയ്തത്. അപ്പം അതിൽ ഈ പാറ, മണവാളൻ പാറ, മണവാട്ടിപ്പാറ എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു യജ്ഞമാണ് ഈ പാറ ചെയ്തത്. ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭനായ, വളരെ പ്രശസ്തനായ, സീനിയറായ ഒരു ആർട്ട് ഡയറക്ടറാണ് S കൊനനാട്ട് എന്ന് പറയുന്നത്. അദ്ദേഹമാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനറേറ്റർ വർക്ക് എന്ന് പറയുന്ന ജനറേറ്റർ വടത്തിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണല്ലോ ഈ ചങ്ങാടത്തിൽ കെട്ടിയിട്ട്. ജനറേറ്റർ വാനാണ്, ചെറിയ വാൻ. ആ വാനിലാണിത് ജനറേറ്റർ ഉള്ളത്. അതോടുകൂടി ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വടത്തിൽ ബന്ധിച്ചിട്ട് ഒരു ദിവസം ഷൂട്ടിങ്ങിന് ബ്രേക്കായ സമയത്ത് ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കുന്ന സമയത്ത് വെള്ളം മൂന്നുന്നവരും അതിൻ്റെ ഈ ജനറേറ്ററിൻ്റെ ആളും എല്ലാവരും ഇത് വടത്തിൽ കെട്ടിയിരിക്കുകയാണെന്ന ധൈര്യത്തിലാണ് എല്ലാവരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഊണ് കഴിച്ച് വരുന്നതിനിടയിൽ തന്നെ വടം പൊട്ടി
ഈ കായലിൽ അന്ന് വേലി ഇറക്കം ഉള്ള സമയമാണ് ഈ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത്. അത് ഒഴുകാൻ തുടങ്ങി. അത് ഈ കുമരകം ഭാഗത്തേക്കാണ് അതിൻ്റെ ഒഴുക്ക്. അപ്പം അങ്ങനെ ആരോ പെട്ടെന്ന് കണ്ടു ഇതാ ജനറേറ്റർ പോകുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പോവുകയും അത് പിന്നെ ഇതെങ്ങനെ ജനറേറ്ററിനെ കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ വേറൊരു ബോട്ട് ഉപയോഗിച്ച് അത് ഓടിപ്പോയി, ബോട്ട് ഓടിച്ച് അതിൻ്റെ പുറകിൽ പോയി കയറ് കൊണ്ട് വലിച്ച് പിടിച്ച് കെട്ടിയാണ് തിരിച്ച് കൊണ്ടുപോകുന്നത്. അത് അന്ന് മിക്കവാറും ജനറേറ്ററോടെ വെള്ളത്തിൽ മുങ്ങേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നു. മറ്റേ ഭാഗ്യം കൊണ്ട് നമുക്കത് അന്ന് തിരിച്ചു കിട്ടി. അതെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് രാത്രി ഉറങ്ങാൻ കിടന്നതിന് മുൻപായി എൻ്റെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഡക്ഷൻ മാനേജർ മുത്തു എന്ന് പറയുന്നത്. മുത്തു ഈ കമ്മ്യൂണിക്കേഷൻ ഫോണ് അങ്ങനെയൊന്നും കിട്ടാത്തത് കൊണ്ട് കാർ എടുത്തിട്ട് നേരെ കാഞ്ഞങ്ങാട് TV പോയി ഈ 3 പേരെടുത്ത് പ്രോഗ്രാം എത്ര മണിക്ക് സമയം കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ കരമന ജനാർദ്ദൻ നായരുണ്ട്, ഭരത് ഗോപിയുണ്ട്, പക്ഷേ തിലകൻ മാത്രമില്ല. തിലകൻ്റെ ഒരു പെട്ടി മാത്രം അവിടെയുണ്ട്, തിലകൻ അവിടെ ഇല്ല.